Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Faya ikhwani fillah. മഹാനായ താബിഈ ഇമാം ഷഅബി റഹിമഹുല്ലാ അബു അംർ ആമിർ ഇബ്നു ഷറാഹീൽ എന്ന പേരുള്ള ഷഅബി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ മുഹദ്ദിസ് താബിഈ അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 103-ലാണ്. അദ്ദേഹം പറയാണ്, عليك بالصدق حيث ترى أنه يضرك فإنه ينفعك واجتنب الكذب في موضع ترى أنه ينفعك فإنه يضرك. عليك بالصدق, നീ സത്യസന്ധത മുറുകെ പിടിക്കണം. حيث ترى أنه يضرك, നീ സത്യസന്ധത മുറുകെ പിടിച്ചാൽ നിനക്ക് അത് ഉപദ്രവമുണ്ടാക്കും എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ സത്യസന്ധത മുറുകെ പിടിക്കണം. സത്യം പറഞ്ഞാൽ, സത്യസന്ധത കാണിച്ചാൽ നിനക്ക് അതുകൊണ്ട് ഉപദ്രവമുണ്ടാകും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ, അത്തരം സന്ദർഭങ്ങളിൽ നീ സത്യസന്ധത പാലിക്കണം. എനിക്ക് തോന്നണം, ഞാനിവിടെ സത്യം പറഞ്ഞാൽ, സത്യസന്ധത കാണിച്ചാൽ എനിക്കതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ഉപദ്രവം ഉണ്ടാകും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിനക്ക് സത്യസന്ധത പാലിക്കാൻ, ശ്രദ്ധിക്കാൻ നിനക്ക് സാധിക്കണം. എങ്കിൽ ഫഇന്നഹു യൻഫഉക, തീർച്ചയായും ആ സത്യസന്ധത നിനക്ക് ഉപകാരപ്പെടും. തീർച്ചയായും നിനക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് നീ സത്യസന്ധത മുറുകെ പിടിക്കണം അത്തരം ഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ വജ്തനിബിൽ കദിബ, നീ കളവിനെ ഉപേക്ഷിക്കണം. ഫീ മൗളിഇൻ തറ അന്നഹു യൻഫഉക, ആ കളവ് പറഞ്ഞാൽ നിനക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ, അത്തരം ഘട്ടത്തിൽ നിനക്ക് കളവിനെ ഉപേക്ഷിക്കാൻ സാധിക്കണം. ഫഇന്നഹു യദുറുക, തീർച്ചയായും നീ ആ കളവ് പറഞ്ഞാൽ നിനക്കത് ഉപദ്രവമാണ് ഉണ്ടാക്കുക. നീ വിചാരിക്കും നീ ആ കളവ് പറഞ്ഞാൽ നിനക്കതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക, നിനക്കതുകൊണ്ട് പ്രയാസമായിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ കളവിനെ ഉപേക്ഷിക്കണം എന്നാണ് ഇമാം ഷഅബി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. എത്ര മഹത്തരമായ ഉപദേശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സത്യസന്ധത നീ മുറുകെ പിടിക്കുക. സത്യം പറഞ്ഞാൽ നിനക്കതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നിടത്ത് നിനക്ക് സത്യസന്ധത, സിദ്ഖ് പാലിക്കാൻ സാധിക്കണം. അത് നിനക്ക് ഉപകാരമുണ്ടാക്കും. അതുപോലെ തന്നെ കളവ് പറഞ്ഞാൽ നിനക്കതുകൊണ്ട് നേട്ടമുണ്ടാകും, നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നിടത്ത് നിനക്ക് കളവിനെ ഉപേക്ഷിക്കാൻ സാധിക്കണം. നീ കളവിനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ കളവ് നിനക്ക് പ്രയാസമുണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യസന്ധത വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. മുനാഫിഖിൻ്റെ ലക്ഷണമാണ് കളവ് പറയുക എന്നുള്ളത്. വാക്കുകളിലും പ്രവർത്തനത്തിലും സത്യസന്ധത മുറുകെ പിടിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.